ക്രിക്കറ്റ് ആരാധകരെ സംബന്ധിച്ച് എന്തൊരു ദിവസമാണ് ഇന്നത്തെ ദിവസം. വിരാട് കോഹ്ലി, ദ കിങ് കോഹ്ലി തിരിച്ചു വന്ന് സെഞ്ചുറി അടിച്ചിരിക്കുന്നു. യശസ്വി ജയ്സ്വാൾ അതിമനോഹരമായ സെഞ്ചുറി അടിച്ചിരിക്കുന്നു. പോരാത്തതിന് ഇപ്പോൾ IPL ഓപ്ഷൻ നടക്കാൻ പോകുന്നു എന്ന് വേണ്ട. ഇന്നത്തെ ദിവസം സമാധാനമായിട്ട് സന്തോഷമായിട്ട് ക്രിക്കറ്റ് ആരാധകർക്ക് കിടന്നുറങ്ങാം. അതുപോലൊരു ദിവസം. അതുപോലെ തന്നെ ഇന്ത്യ ഒരു മാമോത്ത് സ്കോർ അടിച്ചു വെച്ചിട്ടുണ്ട് ഓസ്ട്രേലിയക്ക് ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പൂർണ്ണമായിട്ട് ഈ ടെസ്റ്റിൻ്റെ ആധിപത്യം ഇന്ത്യയുടെ കൈകളിലേക്ക് വന്നു കഴിഞ്ഞു. ഇതിപ്പോൾ ആരുടെ കാര്യം ആദ്യം പറയണമെന്ന് അറിയത്തില്ല. ജയ്സ്വാളിൻ്റെ കാര്യം പറയണോ അതോ വിരാട് കോഹ്ലിയുടെ കാര്യം പറയണോ? രണ്ടുപേരും അതിമനോഹരമായിട്ടുള്ള ഒരു ഇന്നിങ്സ്. ജയ്സ്വാൾ 161, കോഹ്ലി 100 നോട്ട് ഔട്ട് ഇന്ത്യ ഡിക്ലെയർ ചെയ്തിരിക്കും. വിരാട് കോഹ്ലി സെഞ്ചുറി അടിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് സെഞ്ചുറി അടിച്ച് ഉടനെ കളി ഡിക്ലെയർ ചെയ്ത് അവരെ ബാറ്റിങ്ങിന് വിട്ട് അവരെ പെട്ടെന്ന് പ്രഷറിലേക്ക് ആക്കി ഫസ്റ്റ് വിക്കറ്റ് എടുത്ത് ബുംറയുടെ ക്യാപ്റ്റൻസി എന്തായാലും അഭിനന്ദിക്കാതെ വയ്യ. അടിപൊളി. എന്തായാലും വിമർശകരുടെ എല്ലാവരുടെയും നാവടക്കിയിരിക്കുകയാണ് വിരാട് കോഹ്ലി. ഈ വർഷം 22.8 മാത്രം ആവറേജ് ഉണ്ടായിരുന്ന വിരാട് കോഹ്ലിയുടെ കരിയറിനെ പറ്റി പോലും എല്ലാവരും ഡിസ്കസ് ചെയ്ത് തുടങ്ങുന്ന ഒരു സമയത്താണ് ഈ സെഞ്ചുറി. ഓസ്ട്രേലിയ എന്നും വിരാട് കോഹ്ലിയുടെ ബെസ്റ്റിനെ പുറത്ത് കൊണ്ടുവരുന്ന ഒരു രാജ്യമാണ്. ഇപ്പോൾ വിരാട് കോഹ്ലിയുടെ ഇതിന് മുമ്പുള്ള സെഞ്ചുറി നോക്കുകയാണെങ്കിൽ അത് ഓസ്ട്രേലിയക്കെതിരെ തന്നെയാണ്. അത് ഇന്ത്യയിലാണ് എങ്കിലും ഓസ്ട്രേലിയക്കെതിരെയാണ്. വിരാട് കോഹ്ലിയുടെ സെഞ്ചുറിയുടെ സന്തോഷത്തിൽ ജയ്സ്വാളിനെ മറക്കാനേ പറ്റില്ല. ജയ്സ്വാളുമായി പോയി ബ്യൂട്ടിഫുൾ ഇന്നിങ്സ്, എന്താ പറയേണ്ടത്, ഒരു രക്ഷയില്ല. ഇത്രയും മനോഹരമായിട്ട് ഒരു ടെസ്റ്റ് ഇന്നിങ്സ്, അതും ഓസ്ട്രേലിയ പോയിട്ട് തന്നെ ഫസ്റ്റ് ടെസ്റ്റ് കളിക്കുന്ന ഒരു 22 years ഓൾഡ് ആയിട്ടുള്ള ബോയ്, ഇത്രയും കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു ഇന്നിങ്സ്, ഇത്രയും ഡോമിനേറ്റിംഗ് ആയിട്ടുള്ള ഒരു ഇന്നിങ്സ്, അതും ഓസ്ട്രേലിയയിലെ തന്നെ ഫസ്റ്റ് ടെസ്റ്റിൽ. ഹാറ്റ്സ് ഓഫ് ടു യശസ്വി ജയ്സ്വാൾ. ഒന്നും പറയാനില്ല, ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ്. 161 അടുത്ത യശസ്വി ജയ്സ്വാൾ ഔട്ടായി പോകുമ്പോഴും പുള്ളി നിരാശനായിരുന്നു. കാരണം അത്രയ്ക്ക് ഹംഗ്രിയാണ് റൺസിന് വേണ്ടിയിട്ട് യശസ്വി ജയ്സ്വാൾ. പുള്ളിക്ക് അവിടെ നിൽക്കണമായിരുന്നു അവസാനം വരെ, ഇന്ത്യ ഡിക്ലെയർ ചെയ്യുന്നതിന് വരെ അവിടെ നിൽക്കണമായിരുന്നു. ജയ്സ്വാൾ പണ്ട് 13-14 വയസ്സുള്ള സമയത്ത് മുംബൈയിൽ വന്ന് ഒരു ടെൻറ്റിൽ താമസിച്ച കാര്യവും, അതുപോലെ തന്നെ ആ ടെൻറ്റിൽ മഴക്കാലത്ത് ഭയങ്കരമായിട്ട് വെള്ളം കയറുകയും അതുപോലെ ചൂടുകാലത്ത് അസഹനീയമായ ചൂടും ഒക്കെ ഉള്ളതായിട്ട് ആകാശ് ചോപ്ര ആയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂവിൽ ജയ്സ്വാൾ തന്നെ പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത്രയും സ്ട്രഗിൾ ചെയ്തിട്ടാണ് ആ ഭയം കയറിയത്. ആ ഒരു ഡിറ്റർമിനേഷൻ ആ കണ്ണുകളിൽ ഇന്നും കാണാം. അടിച്ച റണ്ണ് 161 ജയ്സ്വാളിന് പോരാന്നുള്ളത് ഔട്ടാകുമ്പോൾ വ്യക്തമാണ്. നിരാശയോടാണ് മടങ്ങുന്നത്. ആ ഒരു ഹംഗ്രിയാണ് അത്രയ്ക്ക് റൺസിന് വേണ്ടി പെർഫോം ചെയ്യാൻ വേണ്ടി. പിന്നെ വിരാട് കോഹ്ലിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ പഴയ വിരാട് കോഹ്ലിയുടെ എല്ലാ സൈൻസും കാണിച്ചു വിരാട് കോഹ്ലി. പുള്ളടിച്ചു, കവർ ഡ്രൈവ് അടിച്ചു, സ്വീപ്പ് അടിച്ചു എന്ന് വേണ്ട സിഗ്നേച്ചർ ഷോട്ട്സ് എല്ലാം അടിച്ചൊരു ഇന്നിങ്സ്. അത്ര കോൺഫിഡൻ്റ് ആയിട്ട് പുള്ളി ബാറ്റ് ചെയ്തു. പുള്ളിയെ സംബന്ധിച്ച് ഈ സെഞ്ചുറി എന്ന് പറഞ്ഞാൽ ഒരുപാട് മീൻ ചെയ്യുന്നൊരു സെഞ്ചുറിയാണ്. കാരണം അത്രയും വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു ടൈം പീരീഡാണ് കടന്നുപോയത്. ഇപ്പോൾ ന്യൂസിലൻഡുമായിട്ടുള്ള ഇന്ത്യയുടെ തോൽവിയുടെ സമയത്ത് വിരാട് കോഹ്ലി അതേപോലെ തന്നെ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയിരുന്നു. അപ്പോൾ പുള്ളിയെ സംബന്ധിച്ച് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ്. അതും ഓസ്ട്രേലിയക്കെതിരെ 100 അടിക്കുക എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ വെരി വെരി ബിഗ് റിലീഫ് ഫോർ വിരാട് കോഹ്ലി. ഈ ഒരു ഇത്രയും നാൾ ഉണ്ടായിരുന്ന ആ ഒരു പ്രഷറിൽ നിന്നൊക്കെ ഉള്ള വലിയ റിലീഫാണ് വിരാട് കോഹ്ലിയെ സംബന്ധിച്ച്. ഇനി അങ്ങോട്ട് പുള്ളിക്ക് കോൺഫിഡൻ്റ് ആയിട്ട് കളിക്കാൻ പറ്റും. ആ ഒരു ബ്ലോക്ക് എന്തായാലും ഇന്നത്തോടെ മാറിയിട്ടുണ്ട്. പഴയ വിരാട് കോഹ്ലിയെ, ദ പ്രൈം വിരാട് കോഹ്ലിയെ നമുക്ക് കാണാൻ പറ്റുമെന്ന് തന്നെ വിശ്വസിക്കുക ഇനി വരുന്ന മാച്ചുകളിൽ. അതിൻ്റെ ഇടയ്ക്ക് നിതീഷ് കുമാർ റെഡ്ഡി വന്നിട്ട് ഒരു ചെറിയ ഇന്നിങ്സ് കളിച്ചു, കുറച്ച് റൺ അടിച്ചുള്ളൂ. പക്ഷേ എന്താ സ്ട്രോക്ക് പ്ലെയർ, പുള്ളി ഒരു പ്രോമിസ് തന്നെയാണ് ഇന്ത്യൻ ക്രിക്കറ്റിന്. ഋഷഭ് പന്ത് പോലെ തന്നെ ക്വിക്കായിട്ട് റണ്ണ് കൊണ്ടുവരാൻ പറ്റുന്നത്. പുള്ളിയെ സംബന്ധിച്ചൊരു വളരെ ഈസി ആയിട്ട്, വളരെ എന്താ പറയുക, എഫേർട്ട്ലെസ് ആയിട്ടാണ് കളിക്കുന്നത്. ഒരു ഓവറിൽ 3 ബൗണ്ടറിയൊക്കെ അടുപ്പിച്ചടിച്ചു. പെട്ടെന്ന് ക്വിക്കായിട്ട് പുള്ളി കുറച്ച് റൺസ് കൊണ്ടുവന്നു. നല്ല രസമാണ് പുള്ളി കളിക്കുന്നതാണ്. ഇന്ത്യക്ക് എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ച് ടെസ്റ്റ് ക്രിക്കറ്റിൽ ഒരു അസറ്റ് തന്നെയാണ് നിതീഷ് കുമാർ റെഡ്ഡി. ബോളിംഗ് കൂടെ ഉള്ളത് കൊണ്ട് തീർച്ചയായിട്ടും അതൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. ലബുഷേൻ ഇടയ്ക്ക് വന്നിട്ട് ചെറിയ ഓവറുകളായിട്ട് വന്നു. അമ്പയർ പോലും വാൺ ചെയ്തു ലെഗ് സൈഡിൽ എറിയുന്നതിനെ പറ്റി. എന്നാലും വിരാട് കോഹ്ലി ഓരോ ഓവറിൽ നന്നായിട്ട് കൊടുത്തു വിട്ടു. ആ ചൊറിയങ്ങ് മാറ്റി കൊടുത്തു. അതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. എന്തായാലും വിരാട് കോഹ്ലി സെഞ്ചുറി അടിക്കാൻ നിന്നപ്പോഴത്തേക്ക് ഒരിടത്ത് കല്യാണം, മറ്റൊരിടത്ത് പാല് വെച്ച്, അവിടെ പാല് വെച്ച് ഇവിടെ കല്യാണം എന്ന് പറഞ്ഞ പോലെ വിരാട് കോഹ്ലി സെഞ്ചുറി അടിക്കുന്ന ഇപ്പുറത്ത് IPL ഓപ്ഷൻ തുടങ്ങാൻ പോകുന്നു. ഇവിടെ ഓപ്ഷൻ തുടങ്ങാൻ പോകുന്നു, അവിടെ വിരാട് കോഹ്ലി സെഞ്ചുറി അടിക്കുന്നത് പറഞ്ഞ പോലെ അല്ല. എല്ലാം കൊണ്ടും ഒരു എന്താ പറയുക ഹാപ്പി ആയിട്ടുള്ള മൊമെൻ്റ് ആയിരുന്നു കഴിഞ്ഞ ഒരു അരമണിക്കൂർ. വിരാട് കോഹ്ലിയുടെ സെഞ്ചുറി അത്രയും മീൻ ചെയ്യുന്നുണ്ട് വിരാട് കോഹ്ലിയുടെ ഫാൻസിനെ സംബന്ധിച്ച്. അത്രയും വെയിറ്റ് ചെയ്ത് ആ സ്ട്രഗിൾസിലൂടെയും ആ ഒരു വിമർശനങ്ങളൊക്കെ കടന്നു പോയിട്ട് പുള്ളി ഇപ്പോൾ ഓസ്ട്രേലിയയിൽ പെർഫോം ചെയ്തത് എല്ലാവരെയും സംബന്ധിച്ച്, ഇന്ത്യൻ ക്രിക്കറ്റ് ഫാൻസിനെ എല്ലാവരെയും സംബന്ധിച്ച് സന്തോഷമുള്ളൊരു കാര്യമാണ്. എന്തായാലും പിച്ചിൻ്റെ നേച്ചർ നാളെ എന്താവുമെന്ന് പറയാൻ പറ്റില്ല. കാരണം ഇന്ത്യ അവസാനം ബാറ്റ് ചെയ്യുമ്പോൾ ഒരു അൺഈവൻ ബൗൺസും പെട്ടെന്നുള്ളൊരു ക്വിക്കായിട്ട് ബോൾ താഴുന്ന ഒരു സെറ്റപ്പൊക്കെ ഉണ്ടായിരുന്നു നെതർലാൻഡ് ഓവറിൽ. അപ്പോൾ പിച്ചിൻ്റെ ബൗൺസ് അൺഈവൻ ആവാൻ ചാൻസ് ഉണ്ടോ, നാളെ കുറച്ചും കൂടെ ബുദ്ധിമുട്ടാവോ കളിക്കാൻ അറിയില്ല. എന്നാലും വിരാട് കോഹ്ലി സെഞ്ചുറി അടിച്ച ഉടനെ തന്നെ ഡിക്ലെയർ ചെയ്ത് ഓസ്ട്രേലിയ ബാറ്റിങ്ങിന് ഇറക്കാനുള്ള തീരുമാനം എന്തായാലും ഇന്ത്യക്ക് ഗുണം ചെയ്തു. 3 വിക്കറ്റാണ് ആ ഒരു 4 ഓവറിൻ്റെ ഒരു ക്വിക്ക് സെഷനിൽ ഇന്ത്യക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. എന്തായാലും ഇന്ത്യ ഇപ്പോൾ ഒരു ഡോമിനേറ്റിംഗ് പൊസിഷനിൽ എത്തിക്കഴിഞ്ഞു.
ഇത്രയും ഒരു മാമോത്ത് സ്കോർ അടിച്ചു വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടാതെ മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയ ഓസ്ട്രേലിയയുടെ 3 വിക്കറ്റ് ഇത്രയും ക്വിക്ക് സെക്ഷനിൽ അടക്കി ഇന്ത്യ എടുക്കുകയും കൂടെ ചെയ്തപ്പോൾ ഈ ടോട്ടലി ഒരു 99.9% ഈ മാച്ച് ഇന്ത്യയുടെ കയ്യിൽ തന്നെ ആയെന്നുള്ളതാണ്. ഇപ്പോൾ പിച്ചിൻ്റെ കണ്ടീഷൻസ് നേരത്തെ ഇന്ത്യ ബാറ്റ് ചെയ്തപ്പോൾ തന്നെ കുറച്ച് അൺഈവനായിരുന്നു. ഒരു അൺഈവൻ ബൗൺസ് ഒക്കെ കാണുന്നുണ്ടായിരുന്നു. നെതർലാൻഡ് 1-2 ബോളുകൾ വളരെ താഴ്ന്നു പോകുന്നതും വിരാട് കോഹ്ലി ബാറ്റ് ചെയ്തപ്പോൾ താഴ്ന്നു പോകുന്നതൊക്കെ കണ്ടിരുന്നു. എന്തായാലും ഓസ്ട്രേലിയ ബാറ്റ് ചെയ്യാൻ വന്നപ്പോഴത്തേക്ക് ഭയങ്കരമായ അൺഈവൻ ഒരു സ്വഭാവം പിച്ച് കാണിക്കുന്നുണ്ട്. ലഭിഷൻ ഔട്ടായ ബോൾ തന്നെ പെട്ടെന്ന് ലോ ആയ ബോളായിരുന്നു. അത് ഏതൊരാൾക്കും കളിക്കാൻ പറ്റുന്ന ഒരു ബോളായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നാളെ പിച്ചിൻ്റെ കണ്ടീഷൻ ഇതിലും മോശമാവാൻ സാധ്യതയുണ്ട്. ഓസ്ട്രേലിയ എന്തായാലും തകർന്നടിയാൻ തന്നെയാണ് എന്തായാലും സാധ്യത കൂടുതൽ. ഫസ്റ്റ് ടെസ്റ്റ് പൂർണ്ണമായും ഇന്ത്യ കൈപ്പിടിയിൽ ഒതുക്കി എന്ന് തന്നെ നമുക്ക് കരുതാം. അപ്പോൾ 4th ഡേയുടെ വിശേഷങ്ങൾ അതുപോലെ ഇന്ന് വൈകിട്ട് നടക്കാനിരിക്കുന്ന IPL ഓപ്ഷൻ്റെ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നാളെ കാണാം. ബൈ.